PFI റെയ്ഡും ഒപ്പം തന്നെ അതിന്റെ തുടർ വാർത്തകളും. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് PFI റെയ്ഡ് ഉണ്ടായിരുന്നു. NIA ഇങ്ങനെ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല രേഖകളും കണ്ടെത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. ഷാനോസ് ഡേവിഡ് കൊല്ലത്ത് നിന്നും ഉണ്ട്. ഷാനോസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി PFI കേന്ദ്രങ്ങളിൽ NIA കൊല്ലത്തെ കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡ് നടത്തുന്നുണ്ട്. ഇന്ന് അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ആളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും കൂടുതൽ പരിശോധന, NIAയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും നമ്മൾ കൊല്ലത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? സൈത്തെ പരിശോധനകൾ തുടരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം തുടർച്ചയായ 2 ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ മാത്രം പരിശോധന നടന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് പരിശോധന നടന്നത്. 2 ദിവസവും പുലർച്ചെ 3 മണിക്കാണ് NIA സംഘം എത്തിയത്. മിനിഞ്ഞാന്ന് റെയ്ഡ് നടന്നത് ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുക്കുത്തോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇന്നലെ റെയ്ഡ് നടന്നത് ചാത്തനാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതായത് ഈ സ്ഥലങ്ങളുടെ ഈ ആളുകളെയൊക്കെ തന്നെ PFI പ്രവർത്തകരായിരുന്ന, നേരത്തെ PFI പ്രവർത്തകരായിരുന്ന PFI പ്രവർത്തകർ പങ്കെടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടുകളിലൊക്കെയും ഈ പുലർച്ചെ പരിശോധന നടന്നത്. നേരത്തെ ഈ കഴിഞ്ഞ മാസം ഡിസംബർ മാസം 29-ാം തീയതി കൊല്ലം ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഈ പരിശോധനയുടെ എല്ലാം പ്രത്യേകത, ഈ പരിശോധന നടക്കുന്ന സമയത്ത് തൊട്ടു മുമ്പായിട്ട് മാത്രമാണ് ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ട് ഒരു കാര്യമായ പരിശോധനയിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം രഹസ്യ സ്വഭാവം ഇത് കാണുന്നു എന്നുള്ളതാണ്. കാരണം PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം ഏത് തരത്തിലാണ് ഇവർ പുതിയ സംഘടനാ രൂപം സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രവർത്തനം സജീവമാക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകളായി ഇപ്പോഴും പ്രവർത്തനം തുടരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് NIA സംഘം പരിശോധന നടത്തുന്നത്. നേരത്തെ നിരോധനത്തിന് മുൻപായി ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷവും പല ആളുകളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ നേരത്തെ പിടിയിലായിട്ടുള്ള 1ാം ലെയർ അല്ലെങ്കിൽ 2ാം ലെയർ നേതാക്കൾക്ക് ബന്ധമുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരിലേക്കാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം നീളുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് നേതൃത്വത്തെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഒരു NDFൻ്റെയൊക്കെ ആദ്യകാലത്തെ ഏറ്റവും രഹസ്യ സ്വഭാവത്തിലുള്ള സംഘടനാ പ്രവർത്തന ശൈലിയിലേക്ക് അർദ്ധരാത്രിക്ക് ശേഷം മീറ്റിങ്ങുകൾ ചേർന്നുകൊണ്ട് അതിൻ്റെ പുരോഗതി വിലയിരുത്തി അടുത്ത ദിവസത്തേക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും വിധം NDFൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പോലെ വീണ്ടും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധം പുലർത്തിയിരുന്ന ആളുകളിലേക്ക് അന്വേഷണം നീളുകയും അവരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത്തരമൊരു വിവരം പുറത്തേക്ക് പോവാൻ സാധ്യമല്ല എന്നുറപ്പിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ റെയ്ഡുകൾ നടത്തുന്നത്. അതായത് പുലർച്ചെ 3 മണിക്കാണ് മിക്ക സ്ഥലങ്ങളിലേക്കും ഈ കൊല്ലം ജില്ലയിൽ ഇപ്പം 3 തവണയോളം ഈ നിരോധനത്തിന് ശേഷം റെയ്ഡ് നടന്നിരിക്കുന്നു. ഈ 3 തവണയും പുലർച്ചെ 3 മണിക്ക് ശേഷം ഉള്ള സമയത്താണ് റെയ്ഡ് നടക്കുന്നത്. ഡിസംബർ മാസം 29-ാം തീയതി നടന്ന റെയ്ഡൊക്കെ രാവിലെ 10-11 മണി വരെയൊക്കെ നീണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസവും ഇന്നലെയും മിനിഞ്ഞാന്ന് നടന്ന റെയ്ഡുകളൊക്കെ തന്നെ മിനിഞ്ഞാന്ന് ആദ്യം നടന്ന റെയ്ഡ് 7:30 രാവിലെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങി രാവിലെ 7:30 അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലത്തെ റെയ്ഡ് 3 മണിക്ക് ആരംഭിച്ചു. പുലർച്ചെ 6-6:30 ആ റെയ്ഡ് അവസാനിപ്പിച്ച് പോകുന്ന സാഹചര്യമാണ്. ലോക്കൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഇൻഫർമേഷനും പങ്കുവെക്കാൻ സാധ്യമല്ലാത്ത വിധം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു റെയ്ഡാണ് NIA സംഘം എല്ലാ വീടുകളിലും നടത്തിയിട്ടുള്ളത്. ഇന്നലെ മിനിഞ്ഞാന്ന് റെയ്ഡിൽ പിടികൂടിയ ആളെ NIA സംഘം കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ചവറ മുക്കുത്തോട് സ്വദേശിയായ മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന ആളെയാണ് ഇന്നലെ NIA സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ പരിശോധന നടന്നത് ചാത്തിനാംകുളം സ്വദേശി നിസാറുദ്ദീൻ്റെ വീട്ടിലായിരുന്നു പരിശോധന. നിസാറുദ്ദീൻ്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ മറ്റ് ചില രേഖകൾ എന്നിവ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാളെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മിനിഞ്ഞാന്ന് നടന്ന റെയ്ഡിൽ ഈ സമയം മുഹമ്മദ് സാദിഖ് വീട്ടിലുണ്ടായിരുന്നു. അയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് NIA സംഘം അവിടെ നിന്ന് മടങ്ങിയത്. അവിടെ നിന്ന് ചില പ്രധാനപ്പെട്ട രേഖകൾ അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് ഈ മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഈ മുഹമ്മദ് ഈ
ഈ മുഹമ്മദ് സാദിഖിനെ സംബന്ധിച്ച് നമ്മൾ പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ അയാൾ സജീവമായി സംഘടനാ രംഗത്തുണ്ടായിരുന്നു എന്ന് നാട്ടുകാർക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ വിസിബിളായി എന്തെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് വ്യക്തതയോടുകൂടി തീർച്ചയായും ഷാനോസ്, അതാണ് PFI റെയ്ഡുമായി ബന്ധപ്പെട്ട NIA-യുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രം. എന്തായാലും ഷാനോസിന്റെ റിപ്പോർട്ട് പ്രകാരം വീണ്ടും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും NIA ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ഷാനോസ് വിശദമായ റിപ്പോർട്ടിന്.